ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ചയൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ആയി. അപ്പോൾ അങ്ങനെ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ആ ടൈമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുത്തിരുന്നു. ഒരുപാട് പേർക്ക് പ്ലാന്റ് അയച്ചു കൊടുത്തിരുന്നു. അതിലൊരു കസ്റ്റമർക്ക് മാത്രം ഒരു 6 പ്ലാന്റാണ് അവർ നമ്മുടെ അടുത്ത് നിന്ന് സീഡ്ലിങ്, ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ് വാങ്ങിയിരുന്നത്. അപ്പോൾ അതിൽ അവർക്ക് 4 സീഡ്ലിങ്ങും നല്ല ഇഷ്ടമായി. പിന്നെ അവർ വെറൈറ്റിയാണ് വാങ്ങിയിരുന്നത്. അതിൽ 2 സീഡ്ലിങ് അവർ നമുക്ക് റിട്ടേൺ അയച്ചെന്നു, പ്ലാന്റ് തീരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് റിട്ടേൺ വന്ന നമ്മുടെ പ്ലാന്റ്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയുടെ മേലെ ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് റിട്ടേൺ വന്ന പ്ലാന്റ്. അപ്പോൾ ഇത് പ്ലാന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡെൻഡ്രോബിയം സ്റ്റാർ ബ്രൈറ്റും പിന്നെ പെൻസുഡയാണ്. അപ്പോൾ ഈ ഒരു സീഡ്ലിങ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ കസ്റ്റമർ പക്ഷേ നമുക്ക് ഒരു കുഴപ്പമില്ല, അവരൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടാട്ടോ. അവർക്ക് പേടിയായിട്ടാണ്, കാരണം ഇത് പോട്ട് ചെയ്താൽ ശരിയാവില്ല പറഞ്ഞിട്ട് അവർക്ക് പേടിയാണ്. കാരണം ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതല്ലേ. അപ്പം ഞാൻ അത് നശിച്ചു പോയാലോ എന്ന് വെച്ചാൽ നമ്മളത് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമറാണേ. അപ്പോൾ നശിച്ചു പോയാലോ എന്നുള്ളൊരു പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ റിട്ടേൺ അയച്ചോളൂ, ഞാൻ പോട്ട് ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിലൊന്നും പോട്ട് ചെയ്യും, ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ പോട്ട് ചെയ്യുമെന്നും അതൊന്ന് ഞാൻ റെഡിയാക്കും എന്നുള്ളതും ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു റിട്ടേണിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു ചെറിയ പ്ലാന്റ് കിട്ടുമ്പോൾ. കാരണം വാങ്ങുന്നവർക്കറിയാം, ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് വാങ്ങുന്നവർക്കറിയാം, ചില സീഡ്ലിങ്സുകൾ വന്നിട്ട് ചെറിയ സീഡ്ലിങ്സ് ആവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സീഡ്ലിങ്സും റാബിറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീഡ്ലിംഗ് ആണിത്. ഇത് മൊത്തം എങ്ങനെയാണ് സാധനം കഴിഞ്ഞു തുടങ്ങിയത്, ഇനി ആകെ 3 പ്ലാന്റേ ഉള്ളൂ. പക്ഷേ നല്ല പ്ലാന്റാണ്. ചില വെറൈറ്റികൾ ഭയങ്കര ഭംഗിയാണെങ്കിലും പ്ലാന്റിൻ്റെ വലുപ്പത്തിന് ചെറിയൊരു വലുപ്പ വ്യത്യാസം വരുന്നുണ്ട്. അത് ചില വെറൈറ്റികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള ഒരു 4 5 സീഡ്ലിങ്സ് ആണ് തീരെ ചെറുത്, ഈ ഒരു സൈസിൽ. അപ്പോൾ ചിലവർക്ക് വാങ്ങുമ്പോൾ ഡൗട്ട് ഉണ്ടാവും, അവർക്ക് മാത്രം ചെറിയ സീഡ്ലിങ്സ് അയച്ചിട്ട് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ തമ്മിൽ നേരിട്ട് കാണാതെയാണ് നമുക്ക് എല്ലാ ഒരുവിധം കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് പ്ലാന്റ് വാങ്ങുന്നത്. അവരോടുള്ള വിശ്വാസം നമുക്കുണ്ട്, അവർക്ക് നമ്മളോടൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെയും ഞാൻ പറഞ്ഞു തരികയാണ്, ചില സീഡ്ലിങ്സുകൾ വരുമ്പോൾ ഈ ഒരു സൈസ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർ ബ്രൈറ്റ് ആണ്. പ്ലാന്റൊക്കെ അതിൻ്റെ കളറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൂവാണ്. പക്ഷേ ഈ ഒരു സൈസിലാണ് വരുന്നത്. എല്ലാതും ഈ ഒരു സൈസിലാണ് എല്ലേതും വരുന്നത്. അതുപോലെ തന്നെ അതുപോലെ റാബിറ്റ് ഇയർ, അതുപോലെ പെൻസുഡ, അങ്ങനെ കുറച്ച് ചെറിയ സീഡ്ലിങ്സുകൾ ഞാനിതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഏതൊക്കെയാണ് ആ ചെറിയ സീഡ്ലിങ്സിൽ വരുന്നത്. പക്ഷെ അത് അങ്ങനെയാണ് വരുന്നത്. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വാങ്ങുന്ന കസ്റ്റമറേയും അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പ്ലാന്റ് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ പോട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരില്ല. കാരണം പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരുന്നുണ്ട്. കാരണം ഞാനത് ഇവിടെ നോക്കിയതാണ് പോട്ട് ചെയ്തിട്ട്. ഇനി ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, എനിക്ക് ഈ റിട്ടേൺ കിട്ടിയ പ്ലാന്റ് നമ്മളൊന്ന് പോട്ട് ചെയ്യണം. പോട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വളർച്ച എന്താണെന്ന് ഞങ്ങൾക്ക് ഓരോ ആഴ്ചയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ആഴ്ചയും ഞാൻ വീഡിയോ ഇടുമ്പോൾ ആ ഒരു വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്താം, എന്താണ് നമ്മുടെ പോട്ട് ചെയ്തിട്ട് ഉള്ള അതിൻ്റെ ഒരു അവസ്ഥ. കാരണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഡൗട്ട്, അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്കത് പോട്ട് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇതിന് മുന്നേയും ഡെൻഡ്രോബിയം പോട്ട് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഡെൻഡ്രോബിയം ഞാൻ എങ്ങനെ പോട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. 2 പോട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സൈസാണ് കംഫർട്ടായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു സൈസായ കാരണം കൊണ്ടാണ് ഈ ഒരു പോട്ട് എടുക്കുന്നത്. കുറച്ചും കൂടി വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 2 സൈസ് ഉള്ളൊരു പോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കരി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെന്ത് മീഡിയമാണ്, അപ്പോൾ ചാർക്കോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ക്ലേ ബോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ
ഓരോരുത്തർക്കും ഓരോ, ഞാൻ കരി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബെറ്ററായിട്ട് കരി മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 2 ദിവസത്തോളം നമ്മൾ കഴുകി അത് ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു കുറച്ച് ടൈമും കൂടി നമ്മളത് ഒന്ന് ഫംഗസൈഡ് ചെയ്യാം. ഞാൻ സാഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാഫിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് അത് ഒന്ന് ഫംഗസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള മീഡിയമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ഇത് കുറച്ച് വലിയ കരിയാണ്, പക്ഷെ നമുക്ക് ചെറുത് നോക്കിയിട്ട് തന്നെ ഇതിലേക്ക് എടുത്തിടാൻ ശ്രമിക്കാം. കാരണം ചെറിയ പ്ലാന്റ് അല്ലേ. അപ്പോൾ നമുക്കിത് ചെറുത് തന്നെ നോക്കിയിട്ട് എടുത്തിടാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. പോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗം മുകളിലേട്ടായിട്ട് നിൽക്കണം. കാരണം അതിന് വേര് വരുന്നതും എല്ലാം ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേരിന് വളരാനുള്ള ഒരു സാഹചര്യം ഇപ്പം തന്നെ ഞാനത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ റിട്ടേൺ കിട്ടിയ പാടെ തന്നെ ഇവിടെ വെച്ചേക്കായിരുന്നു. പുതിയ ഒരു വേര് വരെ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കുക ഈ ചെടി എന്തായാലും പോവില്ല എന്നുള്ളത്. ഈ ഒരു മുൻഭാഗത്തേക്ക് ഈ ഒരു മുകൾ ഭാഗം കാണത്തക്ക രീതിയിലാണ് നമുക്ക് പോട്ട് ചെയ്യേണ്ടത്. എന്നാൽ പ്ലാന്റ് ഇളകാനും പാടില്ല, അത്രയും അതിലായിട്ട് നിൽക്കണം. ഞാൻ ഒന്ന് പോട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 2 പ്ലാന്റും പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഈ ഒരു പ്ലാന്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ചകിരി റിമൂവ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് പോരണതാണെങ്കിൽ പൊയ്ക്കോട്ടെ, കളയണയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പോരാത്തത് നമ്മൾ ആ പുതിയ വേരൊക്കെ ഉണ്ടെങ്കിൽ, പച്ച വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് അതിന് റിമൂവ് ചെയ്യണ്ട. കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഇളകിപ്പോരും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആ ചകിരി അങ്ങോട്ട് പോരും. അതൊക്കെ പോന്നിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ആരും ദയവ് ചെയ്തിട്ട് ചെറിയ സീഡ്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കേണ്ട. നിങ്ങൾക്ക് വാങ്ങുന്നെങ്കിൽ വാങ്ങാം. ഈ ഒരു സൈസാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഒരു സൈസിൽ തന്നെയാണ് സീഡ്ലിംഗ് വരുന്നത്. വെറൈറ്റി സീഡ്ലിങ്സ് കേട്ടോ. നോർമൽ സീഡ്ലിങ്സ് ഒരിക്കലും ഈ ഒരു സൈസിൽ വരുന്നില്ല. വെറൈറ്റികൾ മാത്രം, അതും ചില വെറൈറ്റികൾ മാത്രമാണ് ഈ ഒരു സൈസിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ സീഡ്ലിങ്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ആ ഒരു സീഡ്ലിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സീഡ്ലിങ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു 2-3 സീഡ്ലിങ്സുകളാണ് ഈ ഒരു വലുപ്പത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ അതാ ഇവിടെ ഉണ്ട് അതുപോലത്തെ സീഡ്ലിങ്സ്. ഇതൊക്കെ വന്നിട്ട് നല്ല കളറാണ് വരുന്നത് കേട്ടോ. പക്ഷേ വേര് നോക്കി നോക്കും, ഇവിടെ ഇരുന്ന് വേര് വന്നതാണിത്. ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫംഗസൈഡ് ചെയ്യും ഒരു 10-15 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ നനച്ച് കൊടുക്കും. അത് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വേര് വരുന്നുണ്ട്. പ്ലാന്റ് നോക്കി നോക്കൂ, ഇത്രയും ചെറിയ പ്ലാന്റാണ്. എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പുതിയ വേരൊക്കെ വരുന്നുണ്ട്. ഒക്കെ ചെറിയതാണ്. ഇത് വന്നിട്ട് നമ്മുടെ യെല്ലോ ട്വിസ്റ്റാണ്. നല്ലൊരു കളറാണിത്. നോർമലായിട്ട് വരുന്ന സീഡ്ലിങ്സ് എല്ലാം നല്ല വലിയ സീഡ്ലിങ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. വെറൈറ്റിയും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. 1-2 കളറുകൾ മാത്രമാണ് ചെറിയൊരു വലിപ്പ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നോർമൽ സീഡ്ലിങ്സിന് വന്നിട്ട് വെറും 110 രൂപയേ ഉള്ളൂ. വെറൈറ്റി സീഡ്ലിങ്സിനാണെങ്കിൽ 150 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നമ്പറിൽ, ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് കാറ്റലോഗൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.